മോദിയുടെ ശക്തി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആണെന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിൽ വിവാദം. രാജ്യത്തെ ജനങ്ങൾ ആരാധിക്കുന്ന ശക്തിയെ രാഹുൽ അപമാനിച്ചെന്ന് നരേന്ദ്രമോദി വിമർശിച്ചു. ജൂൺ 4-ന് ഈ ശക്തി വിജയിക്കുമെന്നും മോദി വെല്ലുവിളിച്ചു. മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീനാഥ്, ഇന്നലെ ശിവാജി പാർക്കിലെ ശക്തമായ ഇന്ത്യ മുന്നണിയുടെ പ്രകടനം, അതുമായി ബന്ധപ്പെട്ട ആശങ്കയാണോ ഇതിനെ വക്രീകരിച്ചുകൊണ്ടുള്ള ഒരു എതിർ പ്രചാരണത്തിലേക്ക് നരേന്ദ്രമോദി ഇപ്പോൾ നിർബന്ധിക്കുന്നത്? വേണു, ഏതായാലും ശക്തി എന്നുള്ള വാക്ക് എടുത്ത് കാണിച്ചുകൊണ്ട് അതിനൊരു വ്യാഖ്യാനം നൽകിക്കൊണ്ടുള്ള ഒരു പ്രചാരണമാണ് ഇപ്പോൾ BJP നടത്തുന്നത്. രാഹുൽ ഗാന്ധി ഇന്നലെ ശിവാജി പാർക്കിൽ നടന്ന റാലിയിൽ വെച്ച് പറഞ്ഞത് ഇത്രയാണ്: ഹിന്ദുയിസത്തിൽ ഒരു ശക്തി എന്ന പദമുണ്ട്, ആ ശക്തിക്കെതിരെയാണ് തൻ്റെ പോരാട്ടം. പക്ഷേ എന്താണ് ശക്തി എന്ന് മനസ്സിലാക്കണം. അതായത് അതിനെ നിർവചിക്കുകയാണ് അദ്ദേഹം. EVM-ൽ കുടികൊള്ളുന്ന രാജാവിൻ്റെ ആത്മാവാണ് ശക്തി. അതുപോലെ വിവിധ സ്ഥാപനങ്ങൾ, ED, CBI, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇതിലൊക്കെ കുടികൊള്ളുന്ന ആത്മാവ്. അതായത് ഇവയൊക്കെ ഉപയോഗിച്ച് നരേന്ദ്രമോദി പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ, പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു. അങ്ങനെ ആ ശക്തിക്കെതിരെയാണ് പോരാട്ടം എന്ന് രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി. പക്ഷേ ഇന്ന് നരേന്ദ്രമോദി തെലങ്കാനയിൽ വെച്ച് നടത്തിയ റാലിയിൽ വെച്ച് അദ്ദേഹം പറഞ്ഞത്: ഞാൻ ഭാരതമാതാവിൽ വിശ്വസിക്കുന്നയാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ സ്ത്രീകളും പെൺകുട്ടികളും സഹോദരിമാരൊക്കെയാണ് ശക്തി. ഒരു നാരീ ശക്തിയിൽ വിശ്വസിക്കുന്ന ആളാണ് താൻ. അതുകൊണ്ട് ആ ശക്തിക്കെതിരെയാണ് പോരാടുമെന്ന് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ മുന്നണിയുടെ മാനിഫെസ്റ്റോ തന്നെ ഈ ശക്തിക്കെതിരായ പോരാട്ടമാണ്. അങ്ങനെ ഒരു പോരാട്ടത്തിൽ നിങ്ങളുണ്ടെങ്കിൽ ആ പോരാട്ടം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് എന്നതാണ് നരേന്ദ്രമോദി പറയുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ പോരാട്ടത്തിൽ ഒരു വിജയം കാണും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നരേന്ദ്രമോദി പറഞ്ഞതിനേക്കാൾ ഒരു അപ്പുറത്തേക്ക് കടന്ന് ഇപ്പോൾ BJPയുടെ പല നേതാക്കളുടെയും പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അമിത് മാലവീയ അടക്കമുള്ള നേതാക്കളുടെ പ്രതികരണങ്ങൾ കാണുന്നുണ്ട്. ഒരു ഹിന്ദുയിസത്തിനെതിരായ ഒരു നീക്കമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായ, നേരത്തെ ഉദയനിധി സ്റ്റാലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ സനാതനധർമ്മ പ്രയോഗത്തിന് ശേഷം, പ്രസ്താവനയ്ക്ക് ശേഷം അതേ തരത്തിലൊരു വിവാദമായി മാറാൻ ഒരുപക്ഷെ ഒരു സാധ്യതയുള്ളതാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ശിവാജി പാർക്കിൽ നടത്തിയ പരാമർശങ്ങൾ. ഏതായാലും ആ തരത്തിൽ അത് ഏറ്റെടുത്ത് വിവാദമാക്കുന്നുണ്ട് ഇപ്പോൾ BJP നേതാക്കൾ. കോൺഗ്രസ് കേന്ദ്രങ്ങൾ പ്രതികരിച്ചോ ശ്രീനാഥ്? ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഒരു പ്രതികരണം വന്നിട്ടില്ല. ഇതുവരെ വന്ന പ്രതികരണങ്ങൾ, പ്രസ്താവനകളൊക്കെ തന്നെ BJPയുടെ നേതാക്കൾ അത് തുടങ്ങി വെച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അതിനുശേഷം മറ്റ് നേതാക്കൾ അത് ഏറ്റുപിടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇതിൽ ഒരു ആശയക്കുഴപ്പം കോൺഗ്രസ് ക്യാമ്പിൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതിലൊരു വ്യക്തത ഏത് തരത്തിൽ വരുത്തണം, രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങളെ ഏത് തരത്തിൽ വിശദീകരിക്കണം എന്ന കാര്യത്തിൽ ഒരു കൂടിയാലോചന കോൺഗ്രസ് നടത്തിയേക്കും. കാരണം ഇതുണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ, വടക്കൻ ഇന്ത്യയിലെയൊക്കെ സാഹചര്യം കൂടി മനസ്സിലാക്കുന്ന സ്ഥിതിക്ക് അതിലൊരു വിശദമായി അതിനെക്കുറിച്ച് വിലയിരുത്തിയതിനു ശേഷമായിരിക്കും ഒരു പ്രതികരണത്തിൽ, ഒരു പ്രതിരോധത്തിലേക്കൊക്കെ ഒരുപക്ഷെ കോൺഗ്രസ് നേതാക്കൾ വരിക. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.